അങ്ങനെ പുഷ്പ 2 റിലീസ് ചെയ്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 500 കോടി ക്ലബിൽ കയറുന്ന പടമായിട്ട് പുഷ്പ 2 മാറിയിട്ടുണ്ട്. അതായത് ശരിക്കും പിടിച്ചു കുലുക്കുക എന്ന് പറയില്ല, ആ ലെവലിലാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പുഷ്പയുടെ റാമ്പേജ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആരും ഇത്തരത്തിലുള്ളൊരു ഫിഗർ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഈവൻ നമ്മൾ വരെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 260 അല്ലെങ്കിൽ 250 ആ റേഞ്ചിൽ നിൽക്കുന്നുള്ളതാണ്. 294 കോടി രൂപ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനിൽ പടം വന്നു. ഇന്നേക്ക് സെക്കൻഡ് ഡേ, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. സെക്കൻഡ് ഡേക്ക് 449 കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുള്ളത്. അതായത് സെക്കൻഡ് ഡേ 150 കോടി രൂപ കളക്ഷൻ വന്നിട്ടുണ്ട്. ഹിന്ദി, അതായത് നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ പുഷ്പയ്ക്ക് വന്നിട്ടുള്ളത്. 79 കോടി രൂപയാണ് ഫസ്റ്റത്തെ ദിവസം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസം 59 കോടി ആ റേഞ്ച് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോസ് കളക്ഷനിലേക്ക് പുഷ്പ. അത് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്ത്യൻ സിനിമയിലെ എല്ലാ ടെക്നീഷ്യന്മാരായിക്കോട്ടെ, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, എല്ലാവരും ഒരേ സ്വരത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ലെവലിൽ സാക്ഷാൽ കിങ് ഖാൻ വരെ നടക്കാത്ത പരിപാടിയാണ് അല്ലുമോൻ വന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം റിലീസ് ചെയ്തിട്ട് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നെഗറ്റീവ് അഭിപ്രായം എന്ന് പറയാനായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ നിന്നാണ് കൂടുതൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരുന്നത്. പടം കണ്ടിട്ട് റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പടം പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് ആ ലെവലിൽ പടം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നന്നാക്കാം, ഒരു പൊട്ടിക്കൊക്കെ നന്നാക്കിയായിരുന്നു, ചില ഭാഗങ്ങളൊക്കെ നന്നാക്കായിരുന്നു, ഇത് നമുക്ക് തറക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ സോക്കോൾഡ് ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സിനിമേനെ അപരാധമൊന്നും അതല്ലാന്നുണ്ടെങ്കിൽ വലിച്ചു കിരുട്ടിക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡൊക്കെ ആയിരുന്നു. ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കില്ല. അല്ലു അർജുൻ എന്ന് പറയുന്ന നടന്റെ പക്ക വൺ മാൻ ഷോ ആൻഡ് ഫയർ പെർഫോമൻസ് ആണ് പടത്തിൽ മൊത്തം. അത് പടം കണ്ടവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞാൻ റിക്കമെൻഡ് വരെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പടം നിങ്ങൾ കണ്ടുപോകുന്നുള്ളത്. കാരണം നമ്മൾ കൊടുക്കുന്ന 100 150 എന്ന് പറയുന്ന പൈസക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് മുതലാവും. അവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫാഫയുടെ റോള് കോമാളിയാക്കി, അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളത്. നമ്മളൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അല്ലു അർജുൻ പടമാണ്, ഇതൊരു തെലുങ്ക് പടമാണ്. അവിടെ ഒരിക്കലും ഫഹദ് ഫാസിലിന് അവർ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് കൊടുത്തിട്ടില്ല. അല്ലു അർജുന്റെ മേലിൽ ഫാഫ വരില്ല. പക്ഷെ ചില സീനുകളുണ്ട്, നമുക്ക് ആശ മലയാളി എന്നുള്ള ലെവലിലൊക്കെ ചില സീൻ കാണുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും കൂടിയിട്ട് അവർ ആ സ്ക്രിപ്റ്റ് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഫഹദ് ഫാസിലിന് അത് അഭിനയിച്ചേ പറ്റൂ. അത് ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയണ്ടായിരുന്നു, പുഷ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളും കാര്യങ്ങളൊന്നുമില്ല, സുകുസാറിനോടുള്ള ഇഷ്ടം കൊണ്ടും മറ്റുമാണ് ഞാൻ ഈ പടം ചെയ്തത്. എന്റെ സ്റ്റഫ് ഇരിക്കുന്നത് ഇവിടെയാണ്, അതായത് മോളിവുഡിലാണ്. മോളിവുഡിലെ നല്ല പെർഫോമൻസ് കൊണ്ടാണല്ലോ അവരൊക്കെ അവിടെ ശ്രദ്ധിക്കുന്നത്. സോ ഒരു കാരണവശാലും അല്ലു അർജുന് മേലെ ഫാസിലിനെ അവർ കൊണ്ടുവയ്ക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണലി അറിയായിരുന്നു. കാരണം വില്ലൻ ഒരിക്കലും നായകന് മേലെ വരില്ല. പിന്നെ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയുടെ കൾച്ചർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാമത് എങ്ങനെ സംഭവം എന്നുള്ളത്. അപ്പോ ചില സീനുകൾ മാത്രമാണ് എനിക്ക് പേഴ്സണലി ഇതൊന്നും കൂടി ഈ സീനിന്റെ ആവശ്യം എന്നുള്ള ലെവലിൽ തോന്നിയത്. പക്ഷെ കോമാളി ലെവലിലും കാര്യങ്ങളിലൊന്നും ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം ബൻവർ ശിഖാവത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ മേലെ എപ്പോഴും അടിച്ച് പുഷ്പരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കയറി നിൽക്കണം. അവിടെ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ് അവർക്ക് കിട്ടിയത്. പിന്നെ സിനിമയുടെ കഥ മാറ്റി എന്ന് പറയുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഒരു വർഷം മുമ്പ് 2023 അല്ലു അർജുന്റെ ബർത്ത്ഡേയുടെ തലേദിവസം ഇറങ്ങിയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. മറ്റേ പുഷ്പനെ ജയിലിൽ നിന്ന് ചാടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രീവിയസ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കഥയുമായിട്ടൊന്നും ഒരു ബന്ധം ഇതുവരെ സിനിമയിലൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് നടക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും പിന്നെ അതേപോലെ നമ്മുടെ രശ്മികയുടെ പെർഫോമൻസിന് നല്ല ട്രോളുകളുണ്ട്. രശ്മികയുടെ പെർഫോമൻസിന്റെ ട്രോള് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, രശ്മിക സിനിമയിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളം ഡബിങ് വന്നപ്പോഴാണ് തിയേറ്ററിൽ കൂക്ക് വന്നിട്ടുള്ളത്. ഞാൻ കയറിയിട്ടുള്ള തിയേറ്ററിലൊക്കെ കൂക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലേക്ക് മലയാളം ഡബിങ് വരുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നത് നമ്മുടെ ഭാഷയിലേക്ക് വരുന്ന കാരണമാണ് ഈ കൂക്ക് വരണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഷോർട്സിന്റെ ഫീഡ്സില് തെലുങ്കിലെ ഏതോ തിയേറ്ററിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ രശ്മിക പറയുന്ന സീനിന്റെ, അമ്പലത്തിൽ വെച്ചുള്ള സീനിന്റെ. അത് അവരുടെ ഓൺ വോയിസിലാണ് അവരോട് പറയണത്. കറക്റ്റ് മാച്ചിങ് ആണ്, കറക്റ്റ് സിങ്ക് ആണ്. എനിക്കത് വലിയ ഭാഗമായിട്ട് തോന്നിയില്ല. അവിടെയും ആ സമയത്ത് കൂക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ മലയാളികളുടെ അടുത്തേക്ക് വരുമ്പോൾ ഭാഷയുടെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അതല്ലാതെ രശ്മികയുടെ പെർഫോമൻസ് ഒന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ചില സീനുകളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ ഇതിൽ പെർഫോമൻസ് വൈസ് ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ ഈ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് തന്നെയാണ് പടത്തിന് ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് ആയിട്ട് 500 കോടി ക്ലബിൽ സിനിമ വരുന്നത്.
നെഗറ്റീവ് റിപ്പോർട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പടം ഇരിക്കും. നമ്മൾ കങ്കുവ എന്ന് പറയുന്ന സിനിമയ്ക്ക് കണ്ടാണ് ഒരു ദിവസം കൊണ്ടാണ് പടം മോശമാണെന്നുണ്ടെങ്കിൽ പടം വിട്ടിറങ്ങുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് കേട്ടിട്ട് ഒരു ഒറ്റ ദിവസം കൊണ്ട് പടം ഇരിക്കും. മനസ്സിലായി? ആ പടം ഒരൊറ്റ ദിവസം കൊണ്ടിരിക്കും. അത് ചരിത്രമുള്ളതാണ്. നമ്മൾ പ്രീവിയസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിന് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നോർത്ത് സൈഡിലൊക്കെ ഒന്ന് റിവ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള അഭിപ്രായം അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവരത് തന്നെയാണ് ടാർഗറ്റ് ചെയ്തിട്ടതും. ഒരു സിനിമേനെ പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ഗ്ലോബൽ ലെവലിൽ അതിന്റെ കളക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നോർത്ത് സൈഡിൽ നിന്ന് വരണം. അപ്പൊ ആ നോർത്ത് സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു ആധിപത്യം തെലുങ്ക് സിനിമ എടുക്കാണ്. ആ ആധിപത്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ പണിയെടുക്കുന്നത്. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ആളുകളുടെ പോലെ തന്നെ അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ അത് തെലുങ്ക് സിനിമ ആണെന്ന് പറയത്തക്ക രീതിയിലുള്ള ആധിപത്യം അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അവരത് അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടുത്തെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വരുന്ന അഭിപ്രായങ്ങൾ. അപ്പോൾ അതാണ് ശരിക്കും ഈ പുഷ്പ 2 ഇത്ര സക്സസ് വരാൻ കാരണം. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുഷ്പ 2 എന്ന് പറയുന്ന ഈ പടം ഈ ലെവലില് ഹൈപ്പ് വന്ന് ഈ ലെവലില് കളക്ഷൻ കിട്ടുന്നത് ഒരിക്കലും ഒരു രാജമൗലി സിനിമയായിട്ടല്ല. പ്രഭാസിന്റെ ബാഹുബലി 2 എന്ന് പറഞ്ഞ രാജമൗലിക്കുള്ള പേരുണ്ടായിരുന്നു, ബാഹുബലി 1 എന്നുള്ളത്. അതല്ലെങ്കിൽ ദേവര ചെയ്യുമ്പോഴും RRR ചെയ്ത NTR ആണ് ചെയ്യണത്. ഇങ്ങനെ പേരുകളൊക്കെ ഉണ്ട്. ഇതൊരു ആവറേജ് ഡയറക്ടറാണ് സുകുമാർ എന്ന് പറയുന്നത്. സുകുമാർ അത്ര പാൻ ഇന്ത്യൻ ഡയറക്ടർ ഒന്നല്ല. ആവറേജ് ഡയറക്ടറായിട്ടുള്ള സുകുമാർ അതുപോലെ സെൻസേഷണൽ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വെച്ചിട്ടൊന്നല്ല ഇതിലെ പാട്ടുകൾ. ഇപ്പൊ ദേവരയിൽ അനിരുദ്ധ് ചെയ്ത പോലെ DSP സാം CS സാധാരണ മ്യൂസിക് ഡയറക്ടർ, സാധാരണ മീൻസ് അങ്ങനെ വലിയ പീക്കിൽ നിൽക്കുന്ന ആൾക്കാരൊന്നല്ല ഇപ്പൊ. പിന്നെ അല്ലു അർജുൻ എന്ന് പറയുന്ന നോർമൽ ഒരു സാധാരണ നടൻ എന്നുള്ള ലെവലിലുള്ള നടനും വെച്ചിട്ടാണ് ഈ തൂക്കിയത് ബോക്സ് ഓഫീസിൽ. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഈ അല്ലു അർജുൻ എന്ന് പറയുന്ന നടൻ എന്തായാലും തെലുങ്ക് സിനിമയിലെ നമ്പർ 1 ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉറപ്പായിരുന്നു. ചിരഞ്ജീവിയാണ് അവിടെ നമ്പർ 1. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നടന്മാരൊക്കെ വരുന്ന മഹേഷ് ബാബു ആയിക്കോട്ടെ, പവൻ കല്യാൺ ആയിക്കോട്ടെ. പക്ഷെ അല്ലു അർജുൻ എന്ന് പറയുന്ന നടൻ ആണ് ഇനി തെലുങ്ക് സിനിമ റൂൾ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചു. ഒരു 8 വർഷം മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യം ഇത്. നോൺ ബാഹുബലി റെക്കോർഡ് വൈകുണ്ഠപുരം പടം എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ബാഹുബലി റെക്കോർഡ് വരെ അടിച്ചിട്ട് കളയുന്ന ലെവലിലാണ് പോകണം. എന്തായാലും അല്ലു അർജുൻ്റെ ഒരു മാനിയ തന്നെയാണ് ഇനി തെലുങ്ക് സിനിമയിൽ വരാൻ പോണത്. പുഷ്പ 2ന്റെ കളക്ഷൻ 1000 കോടിയിൽ ഈസി ആയിട്ട് എത്തും. ഒരു തരത്തിലുള്ള ഡൗട്ട് വേണ്ട. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം 449 കോടി പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാമത്തെ ദിവസം 500 കോടി ക്ലബിൽ പടം കയറി കഴിഞ്ഞു. ഫാസ്റ്റസ്റ്റ് 500 കോടി ക്ലബ്ബുകളിൽ കയറിയിട്ടുള്ള പടം എന്നുള്ളത് അതിന്റെ പ്രൊഡ്യൂസർ ഇന്ന് സക്സസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ അടുത്ത ആഴ്ച കൂടി അത് 1000 കോടിയിൽ കയറും. സോ എന്തായാലും ബോളിവുഡ് ശരിക്കും അങ്ങോട്ട് കിട്ടുകിട വിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അവരാതെ പടം എന്ന് പറഞ്ഞ് പോവാതിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് മിസ്സാവുക. സോ എന്താണെങ്കിലും പടം പോയിട്ട് നിങ്ങൾ കാണുക, അതാണ് ഞാൻ പറയുന്നത്.